നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിധി വന്നിരിക്കുകയാണ്. വിഷയത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം വെളിപ്പെടുത്തിയത് നടി മഞ്ജു വാര്യരായിരുന്നു. ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിനിമാ പ്രവർത്തകർ ചേർന്ന് കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു വെളിപ്പെടുത്തൽ. ഇതോടെയാണ് അന്വേഷണത്തിന്റെ ഗതി മാറുന്നത്. ഡ്രൈവറും സഹായം ഉൾപ്പെടെ കേസിലേക്ക് വമ്പന്മാർ പ്രതിപട്ടികയിലെത്തിയ കാഴ്ചയാണ് പിന്നെ കേരളം കണ്ടത്. ദിലീപ് ജയിലിലുമായി. ഈ സംഭവത്തെയാണ് തനിക്കെതിരായ ഗൂഢാലോചനയായി ദിലീപ് ഇപ്പോൾ പറയുന്നത്. 2017 ഫെബ്രുവരി 17 മലയാളത്തിന്റെ മുൻനിര നായികമാരിൽ ഒരാളായ ഒരു യുവനടി കാറിനുള്ളിൽ ആക്രമിക്കപ്പെടുന്നത്. 17 രാത്രി തന്നെ നടി പോലീസിൽ പരാതിപ്പെട്ടു. 18 നടിയുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ മാർട്ടിൻ ആന്റണി പോലീസ് കസ്റ്റഡിയിലായി. പിന്നാലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡ്രൈവർ പെരുമ്പാവൂർ കോടനാട് സ്വദേശി സുനിൽകുമാർ എന്ന പൾസർ സുനിയാണ് മുഖ്യപ്രതിയെന്ന് വ്യക്തമാകുന്നു. ഫെബ്രുവരി 19, 20, 21 തീയതികളിൽ ഓരോ ആളുകളായി അറസ്റ്റിലായി. ഫെബ്രുവരി 20 നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ കൊച്ചിയിൽ പ്രതിഷേധ യോഗം നടന്നത്. ഇതിനുശേഷം ദിലീപ് മുഖ്യമന്ത്രിക്ക് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തു. 2017 ഫെബ്രുവരി 22 രാവിലെയാണ് ദിലീപ് പിണറായി വിജയന് ഫോണിൽ നിന്ന് സന്ദേശം അയച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. സർ, ദിലീപ് ഹിയർ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒരു തെറ്റും ചെയ്യാതെ കഴിഞ്ഞ 3-4 ദിവസമായി അനുഭവിക്കുക. സാറിന്റെ ഒറ്റയാളുടെ ധൈര്യത്തിൽ മാത്രമാണ് ഞാനെന്ന് ഫിലിം അസോസിയേഷൻ കാര്യത്തിൽ ഇറങ്ങിയത്. എനിക്കിപ്പോഴും സാറിലെ വിശ്വാസമുള്ളൂ. ഇതായിരുന്നു സന്ദേശം. ഈ സന്ദേശം അയക്കുന്ന വേളയിൽ ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പ്രതികളുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ചില സന്ദേശം ഉന്നത പോലീസ് ഓഫീസർമാർക്കും ദിലീപ് അയച്ചിരുന്നു. ഏപ്രിൽ മാസത്തിലാണ് ദിലീപിന്റെ പേരും കേസിൽ ഉയർന്നു കേട്ടത്. ജൂലൈയിലാണ് ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തത്. പിന്നീട് അറസ്റ്റും നടന്നു. പ്രതിഷേധ യോഗത്തിൽ മഞ്ജു വാര്യരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരുപാട് സങ്കടത്തോടെയും അതിലേറെ രോഷത്തോടെയുമാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. വാക്കുകളിൽ കൂടി പറയാൻ കഴിയുന്ന വികാരമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് ഇങ്ങനൊരു അനുഭവം വന്നിരിക്കുന്നത്. ഇന്നലെ അവളെ പോയി കണ്ടു. ഇത്തരം ഒരു സാഹചര്യത്തെ അവൾ നേരിട്ട സമചിത്തതയും മനോധൈര്യത്തെയും കണ്ട് അത്ഭുതപ്പെട്ടു. അവളെക്കുറിച്ച് ഓർത്ത് അഭിമാനം. ഇനി ഒരു സ്ത്രീക്ക് പോലും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുതെന്നാണ് പ്രാർത്ഥന. ഇവിടെയുള്ള ഞാനടക്കമുള്ള പലരെയും അർദ്ധരാത്രിയിൽ സുരക്ഷിതമായി വീടുകളിൽ കൊണ്ടുചെന്ന് വിട്ടിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിനു പിന്നിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകാനാണ് ഇവിടെ സാധിക്കുക. ഒരു സ്ത്രീ വീടിനകത്തും പുറത്തും പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ആ സ്ത്രീക്കുണ്ട്. ആ സന്ദേശം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടി ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് ആണ് വിധി പ്രസ്താവിച്ചത്. 8ാം പ്രതി നടൻ ദിലീപിനെ വെറുതെ വിടുകയായിരുന്നു. ഇതോടെ പൊളിയുന്നത് മഞ്ജു പറഞ്ഞ ഗൂഢാലോചന വാദമാണ്. മുഖ്യമന്ത്രിക്ക് ദിലീപ് അയച്ച മെസ്സേജും ഇതിനൊപ്പം ചർച്ചയാകുന്നു. പ്രതികളായ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ബലാത്സംഗം, ഗൂഢാലോചന, മാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലപ്രയോഗം, അന്യായ തടങ്കൽ, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. ഇതിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ബലാത്സംഗ കുറ്റം തെളിഞ്ഞു. എന്നാൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് കോടതി പറഞ്ഞു. കേസിൽ 261 സാക്ഷികളെ വിസ്തരിച്ചു. പ്രോസിക്യൂഷൻ 833 രേഖകൾ ഹാജരാക്കി. 68 രേഖകൾ ഫയലിൽ സ്വീകരിച്ചു. 142 തൊണ്ടി മുതലുകളും ഹാജരാക്കി. പ്രതിഭാഗം 221 രേഖകൾ ഹാജരാക്കി. സാക്ഷി വിസ്താരത്തിനായി 438 ദിവസവും മറ്റ് നടപടിക്രമങ്ങൾക്കായി 294 ദിവസവും എടുത്തു. ചലച്ചിത്ര താരങ്ങളെ അടക്കം വിസ്തരിച്ചു. 28 പേർ കൂറുമാറി. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ഓടുന്ന വാഹനത്തിലാണ് നടി ആക്രമിക്കപ്പെട്ടത്. അക്രമികൾ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി. പോലീസിന്റെ അതിവേഗ അന്വേഷണത്തിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ളവരെ ഉടൻ പിടികൂടുകയും ചെയ്തു. തുടർന്ന് ദിലീപിനെ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. 90 ദിവസത്തിനകം കുറ്റപത്രവും സമർപ്പിച്ചു. 2018 മാർച്ച് 8 വിചാരണ നടപടികൾ ആരംഭിച്ചത്. അതിജീവിത ആവശ്യപ്പെട്ടതനുസരിച്ച് വനിതാ ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിച്ചു. ഡിവൈഎസ്പി ബൈജു പൗലോസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 7, 8, 9, 10 പ്രതികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് കോടതി ആദ്യഘട്ടത്തിൽ വിധി പ്രസ്താവന നടത്തിയത്. അതിനുശേഷമാണ് 7 മുതലുള്ള പ്രതികളിലേക്ക് വന്നത്. 7ാം പ്രതിയായ ചാർലിയെ ആദ്യം വെറുതെ വിട്ടു. പിന്നീട് ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുന്നതല്ലെന്ന് കോടതി പറഞ്ഞു. വിധി പ്രസ്താവന കേട്ട ഉടനെ തൊഴിൽ നിൽക്കുന്ന ദിലീപിനെയാണ് കോടതിക്കുള്ളിൽ കാണാനായത്. വലിയ ആശ്വാസത്തോടു കൂടിയാണ് ദിലീപ് പിന്നീടുള്ള വിധി പ്രസ്താവന കേട്ടത്. ദിലീപിന്റെ സഹോദരൻ അനൂപ് സമീപത്ത് തന്നെയുണ്ടായിരുന്നു. ഈ കേസിൽ യഥാർത്ഥത്തിൽ 3 കുറ്റപത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ കുറ്റപത്രത്തിലാണ് 7 പ്രതികൾ വന്നത്. പിന്നീടുള്ള 2 കുറ്റപത്രങ്ങൾ കോടതി പൂർണ്ണമായും തള്ളി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്.